വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഞങ്ങളും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ? മന്തി. യെസ്, നമ്മൾ ആദ്യമായിട്ട് മന്തി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പക്ഷെ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. അപ്പൊ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവർക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് മന്തിയാക്കണം അല്ലേ കുട്ടി? നമ്മൾ ആക്ച്വലി രാവിലെ ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് വെക്കും മന്തി ആയിട്ടില്ല, 2 യെസ്. അപ്പൊ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത്. അപ്പൊ നമ്മള് വേഗം പോയി മന്തി ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഞാനിതൊരു പ്രോപ്പർ എന്താ പറയാ കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണിക്കില്ല. കാര്യം എനിക്ക് തന്നെ അതിന്റെ റെസിപ്പി അറിയത്തില്ല. അപ്പൊ നമ്മളിത് എന്താ പറയാ ഒരു ഫൺ അല്ലെ, ഫൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ എന്താ കൂടെ കാണും. അതെ അതെ. അപ്പൊ നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പിന്നെ വീഡിയോ കണ്ടാൽ മാത്രം പോലെ വേഗം പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. തുടങ്ങാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചിക്കനാണ് എടുത്തേക്കുന്നത്. ആവശ്യമായിട്ടുള്ള ആക്ച്വലി ചിക്കനെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, നമ്മളിത് മിനിയാന്ന് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കറി കട്ട് ചെയ്ത് വാങ്ങിച്ച ചിക്കന്റെ പീസസ് ആണ്. അപ്പൊ അതാണ് നമ്മളിപ്പോ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള മസാലാസ്, ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു കണക്കിന് ആവശ്യത്തിനായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പൊ അതാണ് കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യാം? Wait, baby. What are you doing? അപ്പൊ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടേ. പക്ഷേ അല്ല, ഇച്ചിരി ചുമന്ന കളറിൽ ഞാൻ കണ്ട വീഡിയോസിലൊക്കെ കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചേച്ചി പാട്ടയൊന്നും കാണിക്കുന്നു, കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കാം കേട്ടെ. ആ കറിവേപ്പില അവിടെ വെച്ചത് കൊള്ളാം കേട്ടോ. അയ്യോ അഭിനയോ. ആദ്യം ഉപ്പ് നോക്കി ഇല്ലാതെ മനസ്സിലാക്കിയോളൂ ക്യാമറ ഓൺ അഭിനയിക്കുന്നത്. എന്റെ സബ്സ്ക്രൈബേഴ്സ് വിജയം വൃത്തിയില്ലാതിരുന്നു. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള പാത്രം അടുത്ത് വെക്കാം. അടിയട്ടിയുള്ള പാത്രമൊക്കെയാണ് ആക്ച്വലി വേണ്ടത്. പക്ഷെ എന്റെ ഈ പാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ ഞാൻ പോവാണ്. എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാമറാമാൻ ഇവിടെ ഇല്ല കേട്ടോ. ക്യാമറാമാൻ കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് പോയി. ആ സമയം കൊണ്ടാണ് ഞാൻ ഈ ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. ഗാർലിക് ഇടണമായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി കേട്ടോ. പെട്ടെന്ന് ചതച്ചെടുക്കട്ടെ.
നമുക്ക് അറിയട്ടെ ക്യാപ്ഷൻ ഇടുന്നു പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും വീഡിയോ കിട്ടുന്നുണ്ട്, എല്ലാവരും വീഡിയോയിലും ക്യാപ്ഷൻ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം വേണം. ആ വെച്ചിട്ട് വെള്ളത്തിലാക്കും. നമ്മളിപ്പോ 4 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്, അല്ല 4 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. അപ്പം ടോട്ടല് 1.5 അപ്പോൾ 6 ഗ്ലാസ് വെള്ളം വേണം. 6 ഗ്ലാസ് വെള്ളം വേണം. ക്യൂബ്സ് കൂടി ഇട്ടിട്ട് നമുക്ക് അരിയിടാം അല്ലേ? അത് പക്ഷേ ചോറിന് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് നമുക്ക് മാഗി ക്യൂബ്സും കൂടി പൊട്ടിച്ച് ഇടാം. നമ്മളെന്തായിരുന്നാലും ഇതൊന്ന് പൊളിക്കും. ഞാൻ വീഡിയോ എടുക്കണ്ടാണല്ലോ വന്നേന്ന് തോന്നുന്നു. ഒരെണ്ണം നീ പൊട്ടിച്ചിട്ട് ഒരെണ്ണം ഞാൻ അങ്ങനെയല്ല പൊടിച്ചിടണം. ഉപ്പ് പച്ച ചിക്കനാണോ? ചിക്കൻ സ്റ്റോക്ക് അടി കുരുമുളക് കൂടി ഇട്ടുള്ള ചിലവർ ഈ പച്ചമുളക് കുത്തിയിരിക്കുന്നതാണോ? ശരിയാണ്. ചോറില് പക്ഷെ അത് കുക്കിയിലെ ചോറ് വെക്കുന്നത് നമ്മളിപ്പോ അങ്ങനെയല്ലോ. അത് അതിനകത്ത് കിടക്കത്തില്ലയോ? അതങ്ങനെ വരുന്നത് ഞാൻ വെച്ച് നീ അത്ര ചൂടായിരുന്നു. താനെ വെച്ചുതരാം. സൂപ്പിന്റെ കുടിക്കാനും കൊള്ളാം. സത്യം എന്ത് രുചി ഞാൻ പറയട്ടെ. സൂപ്പിന്റെ ടൊമാറ്റോ സൂപ്പില്ലേ അതിന്റെ ടേസ്റ്റ് ഭയങ്കര രുചി കേട്ടോ. കുതിർത്ത് വെച്ചിരുന്ന അരിയായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. എത്ര സമയം ഇരിക്കണം എന്ന് അറിയില്ല. വേണോ ഒത്തിരി വേണോ? ചോറും കൂടി എന്ത് വരുമ്പോഴത്തേക്കും ഉണ്ടാവും. വലിയൊരു ഓട്ട ഇതിനകത്ത് ആ വീഡിയോസിലൊക്കെ കണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. നടുക്കൊരു ഓട്ട ഇട്ടിട്ട് അത് നമ്മളിങ്ങനെ ഓട്ട ഇട്ടിട്ട് അതെങ്ങനെ വെറുതെ കളയും. അറിയില്ല കേട്ടോ. ചിക്കൻ എല്ലാം കൂടി പറഞ്ഞിട്ട് ചെയ്താം. എനിക്ക് പേടി അറിയോ ഇതെല്ലാം കൂടി പൊട്ടി എന്തെങ്കിലും ഇടാൻ നടന്നോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ ഓർമ്മയിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഫ്രണ്ടിലറിയാം ഫ്രണ്ടിലറിയാം ഇത് മന്തിയാവോ ഇനി കുന്തിയാവോ എന്നൊക്കെ എന്താവോന്ന് എനിക്ക് അറിയില്ല. നല്ല ടെൻഷനുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുമായിരിക്കും ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തെന്നുള്ളത്.
ഇത് സക്സസ് ആവണേ ഞാൻ ഉറപ്പായിട്ടൊരു വീഡിയോ നോക്കാം. ഇല്ലേ? ഇനി ഹൈ ഫ്ലെയിമില് 10 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാണ് അരമണിക്കൂർ എന്തായാലും നോക്കാം. Let's see. മന്തിയുടെ കൂടെ കഴിക്കാനുള്ള എന്താ പറയാ, ഒരു ടൊമാറ്റോ ചട്നി കടയിൽ തരത്തില്ല, ആ സാധനം ഉണ്ടാക്കുക കേട്ടോ. പണിയായില്ല ദൈവമേ. സംഭവം സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ ടൊമാറ്റോ ഇതെന്താ പറയുന്നത് അറിയില്ലല്ലോ, സാലഡോ ചട്നിയോ എന്താ സാധനം അത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി ഒരു പൊടിക്ക് എല്ലാവരും ചേർക്കുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ കണ്ട വീഡിയോസിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി ഒരു ഫ്ലേവറിന് 2 മിന്റ് ലീവ്സും കൂടി യൂസ് ചെയ്തായിരുന്നു. നല്ല അടിപൊളി ഫ്ലേവർ. അതല്ല ടേസ്റ്റ് സാധാരണ ഇച്ചിരി എടുത്ത് കഴിക്കുമ്പോൾ 오늘도 좋은 꿈만 꿨으면 좋겠어 baby Take off your shoes and step പൊളിയായിട്ടുണ്ട് ഗൈസ്, പൊളിയായിട്ടുണ്ട്. ചിക്കൻ ആക്ച്വലി കുക്ക് ആയിട്ടുണ്ട്, പക്ഷെ മസാല ഇതിങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതല്ല ചിക്കൻ ഇറങ്ങി. അതായത് ഈ മസാലയുടെ ഒരു എന്താ പറയാ, അത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നതിനെ ഫ്രൈ ചെയ്തെടുക്കാം. സംഭവം കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മൊത്തം എത്ര മണി മന്തി സക്സസ് പൊളി. ഇനി മയണൈസ് കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി കഴിക്കാം. ഓൾ സെറ്റ്. ആക്ച്വലി മന്തി നമ്മൾ പുറത്തുനിന്ന് പോയി കഴിക്കുന്നതിന്റെ പകുതി കാശ് മതി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ. ജസ്റ്റ് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്ക് ഇനി കുറേശ്ശെ പീസുകൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. ആക്ച്വലി കണ്ടോ, ചിക്കൻ നല്ലോണം കുക്കായി കണ്ടോ, നല്ല കുക്കായി. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൽ കേട്ടോ നല്ല രീതിയിൽ മസാല കോട്ടഡ് ആയിട്ടിരിക്കണം. അപ്പൊ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഒരു വല്ലായ്മ. അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മന്തി ഉണ്ടാക്കാൻ ചെറിയ നല്ല വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പൊ മയണൈസിൽ അത് എന്ത് മന്തിയല്ലേ. അപ്പൊ ഞാൻ മയണൈസ് ഉണ്ടാക്കാൻ പോകണേ. നമ്മുടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സെറ്റ് ആയിട്ടോ ചിക്കൻ. നേരത്തെ ഒരു റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അപ്പൊ മയണൈസും കൂടി അടിക്കട്ടെ കേട്ടോ. ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ഫുഡാണ് മയണൈസ് എങ്കിലും നമുക്കത് കൂടാൻ പറ്റുന്നത്. 오늘도 좋은 꿈만 꿨으면 좋겠어 baby Take off your shoes and step baby 우린 같은 운동했어 푸른 내 바닷속은 얼마나 깊을까
പ്രതീക്ഷേനെക്കാട്ടിലും അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഞാനിപ്പോഴാണ് കഴിക്കുന്നത്. നമ്മുടെ ഈ സാലഡ് ഇത് ഈ ടൊമാറ്റോ സാധനമൊക്കെ സൂപ്പർ ഫ്ലേവർ ഉണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. മറ്റു വീഡിയോ കാണാം. ബൈ.